നമസ്കാരം. സംസ്ഥാനത്ത് തെക്കു പടിഞ്ഞാറൻ കാലവർഷം ഔദ്യോഗികമായി എത്തിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് സ്ഥിരീകരിച്ചു. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ കാലവർഷം കേരളത്തിന്റെ കൂടുതൽ ഭാഗങ്ങളിലേക്കും ലക്ഷദ്വീപിലേക്കും തമിഴ്നാട്ടിലെ ചില പ്രദേശങ്ങളിലേക്കും വ്യാപിക്കും. കാലവർഷക്കാറ്റിന്റെ ശക്തിയും അറബിക്കടലിൽ നിന്നുള്ള ഈർപ്പത്തിന്റെ വർധനവുമാണ് മഴ ശക്തമാകാൻ കാരണം. ജൂൺ 4 മുതൽ ജൂൺ 9 വരെയുള്ള ദിവസങ്ങളിൽ കേരളത്തിലും മാഹിയിലും ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കാണ് സാധ്യത. ചില പ്രദേശങ്ങളിൽ 7 സെന്റിമീറ്റർ മുതൽ 20 സെന്റിമീറ്റർ വരെ മഴ ലഭിച്ചേക്കാം. കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ ഇന്ന് സംസ്ഥാനത്ത് 8 ജില്ലകളാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ എന്നീ ജില്ലകളിലാണ് അതീവ ജാഗ്രത നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ മഴയുടെ തീവ്രത വടക്കൻ കേരളത്തിലേക്ക് വ്യാപിക്കുമെന്നും ഈ ആഴ്ച അവസാനത്തോടെ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കനത്ത മഴ ലഭിക്കുമെന്നുമാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. അതേസമയം കേരളത്തിലും ലക്ഷദ്വീപിലും ഇന്ന് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. കാറ്റ് മൂലം കൃഷിക്കും വൈദ്യുത ലൈനുകൾക്കും നാശനഷ്ടമുണ്ടാകുവാൻ സാധ്യത ഉള്ളതുകൊണ്ട് ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുന്നുണ്ട്. കടൽ പ്രക്ഷുബ്ധമാകാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ യാതൊരു കാരണവശാലും കടലിൽ പോകരുത്. കേരളത്തിന് പുറമെ കർണാടക, തമിഴ്നാട്, പുതുച്ചേരി, ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിലും അടുത്ത ദിവസങ്ങളിൽ തന്നെ വ്യാപകമായ മഴ ലഭിക്കും. ഉൾനാടൻ തീരദേശ കർണാടകത്തിലും തമിഴ്നാട്ടിലും ജൂൺ 8 വരെ അതിശക്തമായ മഴയ്ക്കാണ് സാധ്യത. മലയോര മേഖലകളിലേക്കുള്ള അനാവശ്യമായ യാത്രകളും രാത്രികാല യാത്രകളും പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് അധികൃതർ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്നാൽ ദീർഘകാല അടിസ്ഥാനത്തിൽ രാജ്യത്ത് ഇത്തവണ മഴയുടെ അളവിൽ വലിയ കുറവുണ്ടാകുമെന്നാണ് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. പസഫിക് സമുദ്രത്തിൽ രൂപം കൊള്ളുന്ന എൽ നിനോ പ്രതിഭാസം കാരണം ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള മാസങ്ങളിൽ ദീർഘകാല ശരാശരിയുടെ 86 മുതൽ 94% വരെ മാത്രമേ മഴ ലഭിക്കൂ. കഴിഞ്ഞ 10 വർഷത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ മഴയായിരിക്കും ഇത്തവണത്തേത്. മഴക്കുറവിനൊപ്പം ജൂൺ മാസത്തിൽ കടുത്ത ഉഷ്ണതരംഗം അനുഭവപ്പെടുവാൻ സാധ്യതയുള്ളതായും IMD നിരീക്ഷിക്കുന്നുണ്ട്. ഇത് പൊതുജനാരോഗ്യം, ജലലഭ്യത, വൈദ്യുതി ഉപഭോഗം എന്നിവയെ ബാധിച്ചേക്കാം. വരാനിരിക്കുന്ന കടുത്ത ജലക്ഷാമം നേരിടാൻ ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കുവാനും കൂളിംഗ് ഷെൽട്ടറുകൾ സജ്ജമാക്കാനും സംസ്ഥാന സർക്കാരുകൾക്ക് കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എറണാകുളം, ആലപ്പുഴ, കോട്ടയം, തൃശൂർ, ഇടുക്കി എന്നീ ജില്ലകളിൽ ഇന്ന് അതീവ ജാഗ്രത ആവശ്യപ്പെടുന്ന ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. തുടർച്ചയായി പെയ്യുന്ന കനത്ത മഴ കാരണം താഴ്ന്ന പ്രദേശങ്ങളിലും നഗരങ്ങളിലെ പ്രധാന റോഡുകളിലും വെള്ളക്കെട്ട് രൂപപ്പെടുവാൻ സാധ്യതയുള്ളതാണ് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകുന്നത്. കൊച്ചിയിലെയും ആലപ്പുഴയിലും താഴ്ന്ന പ്രദേശങ്ങളിലൂടെയുള്ള യാത്രകൾ പരമാവധി ഒഴിവാക്കുക. റോഡുകളിലെ വെള്ളക്കെട്ടുകളിൽ വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ഇതര റൂട്ടുകൾ ഉപയോഗിക്കുവാൻ ശ്രദ്ധിക്കുക. അടിയന്തര സഹായങ്ങൾക്കായി 1077 എന്ന നമ്പറിൽ ജില്ലാ കൺട്രോൾ റൂമുമായി ബന്ധപ്പെടാം. മധ്യകിഴക്കൻ അറബിക്കടലിനോട് ചേർന്നുള്ള ഗോവ തീരത്തിന് മുകളിലായി ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുകയാണ്. മഹാരാഷ്ട്രയിലെ മറാത്ത്വാഡ മുതൽ തെക്കു പടിഞ്ഞാറൻ അറബിക്കടൽ വരെ കൊങ്കൺ ഗോവ മേഖലയ്ക്ക് മുകളിലൂടെ സമുദ്രനിരപ്പിൽ നിന്ന് 5.8 കിലോമീറ്റർ ഉയരത്തിൽ ഒരു ന്യൂനമർദ്ദപാത്തി രൂപപ്പെട്ടിരിക്കുന്നു. തെക്കൻ തെലങ്കാനയ്ക്കും അതിനോട് ചേർന്നുള്ള തീരദേശ ആന്ധ്രാപ്രദേശ്, യാനം എന്നിവയ്ക്ക് മുകളിലായി ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നുണ്ട്. വടക്കൻ ആൻഡമാൻ കടലിനും അതിന്റെ സമീപ പ്രദേശങ്ങൾക്ക് മുകളിലായി ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നു. ജൂൺ 4 മുതൽ 8 വരെ തീയതികളിൽ കേരളത്തിലും മാഹിയിലും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കാണ് സാധ്യതയുള്ളത്. ജൂൺ 4 മുതൽ 8 വരെ തീയതികളിൽ ഇടിമിന്നലോടുകൂടിയും ശക്തമായ കാറ്റോടും കൂടി, അതായത് മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയുള്ള കാറ്റോടുകൂടി വ്യാപകമായി മഴയ്ക്ക് സാധ്യതയുള്ളതാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. ഇന്ന് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിലും നാളെ എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും 6-ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും 7-ാം തീയതി തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും 8-ാം തീയതി കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. 24 മണിക്കൂറിൽ 115.6 മില്ലിമീറ്റർ മുതൽ 204.4 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നാണ് അതിശക്തമായ മഴ എന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത്. അതേസമയം യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് തിരുവനന്തപുരം, കൊല്ലം, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും 5-ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിലും 6-ന് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലും 7-ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലും 8-ന് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം എന്നീ ജില്ലകളിലുമാണ് യെല്ലോ അലർട്ട് അടിയന്തരമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ
ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത്. ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കായിരിക്കും സാധ്യതയെന്നാണ് അറിയിക്കുന്നത്.